हिंदुस्तान हमारा हमारा सारे जहां से अच्छा। എല്ലാവർക്കും ഭാരതത്തിൻ്റെ 73ാം സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചനം നേടിയതിൻ്റെ വാർഷികമാണ് സ്വാതന്ത്ര്യദിനമായി എല്ലാ ആഗസ്റ്റ് മാസം 15-ാം തീയതിയും ആഘോഷിക്കുന്നത്. 1.5 നൂറ്റാണ്ടുകാലം നമ്മളെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള നമ്മുടെ വിമോചനമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ലഭിച്ച ഒന്നല്ല. അനേകം ധീരരായ സമരഭടന്മാർ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ വലിയ സമരങ്ങൾ, ആ സമരങ്ങളുടെ ഫലമായിട്ടാണ് ബ്രിട്ടൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്. ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ എല്ലാ കാലത്തും തല ഉയർത്തി നിന്ന രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സമ്പന്നമായ സമ്പത്ത് തേടി വിദേശ രാജ്യങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾ പലവട്ടം നമ്മുടെ രാജ്യത്തേക്ക് കടന്നത്. അങ്ങനെ കടന്നു വന്നവർ പിന്നീട് നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തി അധിപന്മാരായി നമ്മൾ അടക്കി ഭരിച്ചു എന്നതാണ് ചരിത്രം. പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റും നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തി. അതിനെതിരായിട്ടുള്ള ധീരമായ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. സാധാരണ കർഷകരും തൊഴിലാളികളും ഭരണാധികാരികളായിരുന്ന നാട്ടുരാജാക്കന്മാരും എല്ലാവരും ചേർന്ന് ദീർഘകാലം നടത്തിയ പോരാട്ടങ്ങളാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ദീർഘമായ സമരങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വം തന്നെയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയരാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നത്, ഏറ്റവും പിന്നിലിരിക്കുന്നവന്റെ കണ്ണുകളിൽ വെളിച്ചമെത്തുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകൂ എന്നായിരുന്നു. ഏറ്റവും പിന്നിലിരിക്കുന്നവൻ എന്നതുകൊണ്ട് മഹാത്മാഗാന്ധി ലക്ഷ്യം വെച്ചത് നമ്മുടെ രാജ്യത്തെ ഗിരിവർഗക്കാരും പട്ടികജാതിക്കാരും പുറമ്പോക്കുകളിൽ ജീവിക്കുന്നവരും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള സാധാരണക്കാരെയായിരുന്നു. അവരുടെ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഭക്ഷണത്തിന് മുട്ടില്ലാതിരിക്കുകയും ധരിക്കാൻ വസ്ത്രമുണ്ടാകുകയും കിടക്കാൻ പാർപ്പിടമുണ്ടാകുകയും അവർക്ക് വിദ്യാഭ്യസിക്കാനുള്ള സൗകര്യമുണ്ടാകുകയും ചെയ്യുക എന്നതായിരുന്നു. ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ പുരോഗതിയാണ് മഹാത്മാഗാന്ധി ലക്ഷ്യം വെച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സർവമത സാഹോദര്യമായിരുന്നു. ഭാരതത്തിലെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട മനുഷ്യർ സഹോദരങ്ങളായി, ഏക സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. തീർച്ചയായും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സ്വാശ്രയ ഭാരതം എന്ന ലക്ഷ്യവും മതേതര ഭാരതം എന്ന കാഴ്ചപ്പാടും സാധ്യതമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ നമുക്കാകെ പങ്കാളികളാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി ഭരിച്ച ധീരർക്ക് എല്ലാവിധത്തിലുമുള്ള നമോവാദം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, ഇന്ന് ഓഗസ്റ്റ് 15 ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 74ാം ജന്മദിനം.
സത്യം നമ്മെ സ്വതന്ത്രരാക്കും എന്ന മുദ്രാവാക്യവുമായി ഭാരതത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച രാഷ്ട്രശില്പിയായ മഹാത്മാഗാന്ധിയെയും മറ്റ് രാഷ്ട്ര നേതാക്കളെയും നമുക്കിന്ന് ഓർമ്മിക്കാം. പ്രാർത്ഥനാപൂർവം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. കോവിഡ് മഹാമാരിയിലും തുടർച്ചയായ പേമാരിയിലും ഉരുൾപൊട്ടലിലും വിമാന അപകടങ്ങളിലും വേദനാജനകമായ ഓർമ്മകളുമായിട്ട് ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളുമായിട്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. സ്കൂളുകൾ പൂട്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ കുരുന്നുകളുടെ ശബ്ദകോലാഹലങ്ങൾ ഒന്നുമില്ലെങ്കിലും ഈ സ്കൂൾ മാനേജർ എന്ന നിലയിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓഫീസ് സ്റ്റാഫിനും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നല്ല ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന്. ഇന്നേ ദിവസത്തിൽ ദൈവത്തിൻ്റെ മുൻപിലും ലോകത്തിൻ്റെ മുൻപിലും അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ അനിത. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഡോക്ടർ അനിത തൻ്റെ നിസ്തുല സേവനം ലോകത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നു. ഈയിടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ അനിത. ഡോക്ടർ അനിതയെപ്പറ്റി പറയുമ്പോൾ CKCHSന് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. CKCHSലെ മക്കള് വഴിതെറ്റിപ്പോകുന്ന കാഴ്ച കാണുമ്പോൾ അനിത ഡോക്ടറെ വിളിക്കുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഓടിയെത്തും. ഈ 2 വർഷക്കാലം CKCHSന് ലഭിച്ച ഡോക്ടറിൻ്റെ സേവനം എന്നും നന്ദിയോടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും കുഞ്ഞുമക്കളും അത് ഓർക്കുന്നുണ്ടാകും. എത്രയോ കുഞ്ഞുമക്കളാണ് ഡോക്ടറിൻ്റെ കൗൺസിലിങ്ങിലൂടെ നന്മയുടെ പാതയിലേക്ക് ചരിച്ചത്. ഈ അവസരത്തിലെല്ലാം അതിനൊക്കെ നന്ദി പറയുകയാണ്. ഇനി വേറൊരു വിശിഷ്ട വ്യക്തി നമുക്ക് നമ്മുടെ മുൻപിൽ സന്നിഹിതയാണ്. തൻ്റെ ആശാ വർക്ക് പ്രവർത്തനത്തിലൂടെ നിസ്തുല സേവനം ചെയ്യുന്ന മെറിൻ താൻ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യം എത്ര അർപ്പണ മനോഭാവത്തോടെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. മാർച്ച് മാസത്തിൽ ലോക്ക്ഡൗൺ ആയിരുന്ന കാലഘട്ടത്തിൽ രോഗികൾക്ക് ഭക്ഷണ പൊതി എത്തിച്ചു കൊടുക്കുന്നതിലും പരിചരിക്കുന്നതിലും ഒക്കെ എടുത്ത അർപ്പണ മനോഭാവം നമുക്ക് മാതൃകയാണ്. മിസ്റ്റർ സജീവൻ എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് സാമൂഹ്യ പ്രവർത്തകനായ അർപ്പണ മനോഭാവമുള്ള ഒരു PTA പ്രസിഡന്റിനെ കിട്ടിയത്. ആ PTA പ്രസിഡന്റിൻ്റെ മാതൃക തന്നെ ഭാര്യയും പിന്തുടരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, മാതാപിതാക്കൾ ഒക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഇന്നത്തെ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലാണെങ്കിലും സിസ്റ്ററിൻ്റെ മുൻപിൽ ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിങ്ങളെല്ലാവരും ഉണ്ട്, എന്നും ഉണ്ട്.
എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഈ നല്ല ദിനത്തിൽ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? 73ാമത് സ്വാതന്ത്ര്യദിനം ഇന്ത്യ ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഈ ദിനത്തിൽ ഏറെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നമുക്ക് സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനത്തിൽ എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 6 മാസക്കാലമായി ഇന്ത്യയിൽ കൊറോണ വന്നിട്ട് ഇല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യ ദുരുപയോഗം കൊണ്ടും നമ്മുടെ അനുസരണ ഇല്ലായ്മ, നിയമങ്ങളെ ലംഘിക്കുന്നത് കൊണ്ടും ഒക്കെ കുറച്ച് സമൂഹ വ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണം, ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിൻ്റെ അതിർത്തി എന്ത് എന്നൊക്കെ ചിന്തിക്കേണ്ട അവസരം കൂടിയായിരിക്കുന്നു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ കാലഘട്ടത്തിലേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പഠനം തുടങ്ങുന്നത്. ഈ പഠനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെയാണ് വിചാരിച്ചിരുന്നേച്ച് ഓരോ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ വയറുവേദന വന്ന് മടി പിടിച്ച് വീട്ടിലിരുന്നിട്ടില്ലേ? ഒരു ദിവസമെങ്കിലും അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടില്ലേ? ഇപ്പം മുഴുവൻ സമയവും വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കുന്നില്ലേ ഒരു ദിവസമെങ്കിലും ക്ലാസ്സിലൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്? അപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായത് സ്വാതന്ത്ര്യം ദുരുപയോഗം വന്നതുകൊണ്ട് മൂലമാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഒരു വിദ്യാർത്ഥിയുടെ കടമ എന്താണ്? ആദ്യത്തെ കടമ പഠിക്കുക. അപ്പോൾ രണ്ടാമത്തേതോ വേറെയാണോ? അല്ല, രണ്ടാമത്തേതും പഠനം തന്നെയാണ്. മൂന്നാമത്തേതോ പഠനം തന്നെ. വിദ്യാർത്ഥിയുടെ കടമ അത് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും നമ്മൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ മകൻ, എൻ്റെ മകൾ പഠിക്കട്ടെ, അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം എന്നുള്ളൊരു വലിയ ആശയത്തോടെയാണ്. അപ്പോൾ ഈ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഒരുപാട് ടൈം അല്ലേ? നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമുക്ക് ക്ലാസ് ഓൺലൈൻ തരുന്നുണ്ടെങ്കിലും ഒരുപാട് സമയം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ട്രാവലിങ്ങില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധയോടെ നമുക്ക് നല്ല മാർക്കോടെ മേടിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസരമാണ്. പിന്നെ വേറൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ? ഒരിക്കലെങ്കിലും ഒന്ന് അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ ഫോൺ നമ്മൾ നുണയൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പം അതൊന്നും പറയാണ്ട് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഫോൺ തരികയാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലേ? അപ്പോൾ ഈ കിട്ടുന്ന സമയത്തെ വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ക്ലാസ് എടുക്കുക, ക്ലാസ് മാത്രമല്ല മറ്റ് നമ്മുടെ GK ജനറൽ നോളജ്, മറ്റ് അറിവുകളും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കണം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് കൂടി അത് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ സ്വാതന്ത്ര്യത്തിന് സ്വാദുള്ളൂ. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ പഠനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാകണം. സ്വാതന്ത്ര്യത്തിൽ എത്രമാത്രമാകാം നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള ആ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഈ അവസരങ്ങൾ ഉപകരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഓരോരുത്തർക്കും. മിടുക്കരായിരിക്കുക, പഠിക്കുക. ഫോക്കസ്. You will be a winner, no doubt. I love you. Thank you so much. Stay blessed. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു. പോർബന്തറിന്റെ പ്രധാനമന്ത്രിയായ കരംചന്ദിന്റെയും ഗിരിബായിയുടെയും മകനായിട്ടാണ് ഗാന്ധിജിയുടെ ജനനം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായ സുന്ദര സുദിനം. നൂറ്റാണ്ടുകളുടെ പോരാട്ടമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യം അമൂല്യമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യ മാനികൾക്ക് വൃതിയേക്കാൾ ഭയാനകം. സ്വന്തം പ്രാണനേക്കാൾ വലുതാണ് ഒരു നാടിന്റെ സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ച ഒരു തലമുറ സ്വന്തം ജീവൻ ബലികഴിച്ച് പൊരുതി നേടിയതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. ഭാരതമാതാവിന്റെ കഴുത്തിലണിഞ്ഞ പല വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ അലങ്കൃതമായ
ഹാരം പോലെ മനോഹരമാണ് ഭാരതത്തിലെ നാനാജാതി മതസ്ഥർ. നാനാത്വത്തിൽ ഏകത്വം എന്നതല്ലേ നമ്മെ ഭാരതീയരാക്കുന്നത്? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഉത്തരേന്ത്യക്കാരനും ദക്ഷിണേന്ത്യക്കാരനും നാം എല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടവരാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ലോകത്തിന് സമ്മാനിച്ച നാം സ്വന്തം ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചതുകൊണ്ടാണ് തന്നോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റനേകം രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിലെത്താൻ സഹായിച്ചത്. 5000-ലധികം വർഷങ്ങളുടെ സമ്പന്നമായ പാരമ്പര്യമുള്ള ഒരു രാജ്യം കേവലം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 74 വർഷങ്ങൾ കൊണ്ട് നേടിയ നേട്ടങ്ങൾ അനവധിയാണ്. വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശാസ്ത്ര സാങ്കേതികത എന്നീ മേഖലകളിലെല്ലാം നാം ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഇതെല്ലാം ഒരു ഭാരതീയൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുളവാക്കുന്നു. ഇന്നീ സ്വാതന്ത്ര്യവേളയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, നവഭാരത ശില്പി ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, വിപ്ലവ സിംഹം ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ, പഴശ്ശിരാജ, ഝാൻസി റാണി ഇവരെല്ലാം സ്വന്തം ആദർശത്തിൻ്റെയും ധീരതയുടെയും മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ദേശീയ ഐക്യത്തിനും വൈകാരിക ഐക്യത്തിനും എതിര് നിൽക്കുന്ന ഘടകങ്ങളെ നമുക്ക് ഒത്തൊരുമിച്ച് എതിർത്ത് തോൽപ്പിക്കാം. സ്വാർത്ഥത വെടിഞ്ഞ് നാം എല്ലാം ഭാരതാംബയുടെ മക്കളാണ് എന്ന ചിന്തയോടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി നമുക്ക് കൈകോർക്കാം. ഇന്നീ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. देश हमारा हमको प्यारा भारतवर्ष महान, हर बच्चा गा रहा है जय जननी हिंदुस्तान. देश हमारा हमको प्यारा भारतवर्ष महान, हर बच्चा गा रहा है जय जननी हिंदुस्तान. अहं नवमी कक्षायाः छात्रा शिवगौरी. सर्वेभ्यः मम विनीतप्रणामः. अद्य वयम् अस्माकं देशस्य 74तमं स्वातन्त्र्यदिनम् आघोष्यामः. सर्वे जानन्ति एव अस्माकं भारतदेशः 47-उत्तर-19विंशतितमे वर्षे अगस्ट् मासस्य 15 दिनाङ्के स्वतन्त्रः अभवत्. अतः एव एतत् दिनं भारतस्वातन्त्र्यदिनोत्सवेन आचर्यते. तत्पूर्वं ब्रिटिश् जनाः भारतस्य उपरि शासनं कुर्वन्ति स्म. अगस्ट् मासस्य 14 दिने मध्यरात्रौ 12 आङ्ग्लाः भारतगणराज्यस्य शासनं भारतीयेभ्यः यच्छन्तः भारतत्यागम् अकुर्वन्. भारतस्वतन्त्रतायाः तद्दिनं भारते राष्ट्रियपर्वत्वेन आचर्यते. स्वातन्त्र्योत्सवस्य प्रमुखः कार्यक्रमः देहली महानगरस्थे यक्तदुर्गे भारतगणराज्यस्य राष्ट्रपतेः भाषणेन आरभते. ततः प्रधानमन्त्री द्वारा ध्वजारोहणं भवति. अनन्तरं प्रधानमन्त्री सर्वकार्यस्य कार्याणां योजनां प्रकटयन् सर्वेभ्यः शुभाशयं यच्छति. ततः सर्वेषां राज्यानां राजधानीषु मुख्यमन्त्रिणः ध्वजारोहणं कृत्वा जनेभ्यः शुभाशयं यच्छन्ति. स्वातन्त्र्यदिने प्रातः 7 ध्वजारोहणस्य कार्यकालः. ततः भारतस्य राष्ट्रपतिः देशं सम्बोध्य भाषणं करोति. राष्ट्रपतेः भाषणानन्तरं प्रधानमन्त्री देशं सम्बोधयति. तस्मिन् दिने भारतीय त्रिवर्णध्वजः सर्वत्र विराजते. जयतु संस्कृतं, जयतु भारतम्. वन्दे मातरम्.